ജീവിതം എന്ന് പറയുന്നത് ദുഃഖമാണ്. ബുദ്ധൻ പറയുന്നത് മനുഷ്യൻ്റെ എല്ലാ സങ്കടങ്ങൾക്കും ദുരിതങ്ങൾക്കും കാരണം അവൻ്റെ ആഗ്രഹങ്ങളാണ്. ആഗ്രഹങ്ങളില്ല എങ്കിൽ സന്തോഷം അയാൾക്ക് അനുഭവിക്കാൻ സാധിക്കും. ദുഃഖമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വന്ന് പോകുന്നവയാണ്. അതിനെ നമ്മൾ പിടിച്ചു വയ്ക്കുമ്പോൾ അത് വേദനയായിട്ട് നമ്മളിൽ ഒട്ടി നിൽക്കുകയാണ് ചെയ്യുക. അതിനെ നമ്മൾ കടന്നു പോകാൻ അനുവദിക്കണം. ദുഃഖം വരുമ്പോൾ ദുഃഖത്തെ സ്വീകരിക്കാനുള്ള ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത്. അത് വരുമ്പോൾ അതിനോട് നമ്മൾ പറയണം, എത്രയോ നേരമായിട്ട് ഞാൻ നിന്നെ കാത്തിരിക്കുകയാണ്. നീ എൻ്റെ അരികിൽ ഒരു സ്നേഹത്തിൻ്റെ സാന്നിധ്യമായിട്ട്, തണലായിട്ട്, ആശ്വാസമായിട്ട് ചേർന്ന് ഇരിക്കാം. ചില സമയത്ത് നമ്മൾ പറയാറുണ്ട്, കഠിനമായ ദുഃഖമുള്ളത് കൊണ്ട് എനിക്കൊന്ന് ചിരിക്കാൻ പോലും കഴിയുന്നില്ല. ശരിക്ക് ദുഃഖമുണ്ടാകുമ്പോൾ നമുക്ക് ചിരിക്കാൻ കഴിയാത്തത് അതിനെ നമ്മൾ എതിർക്കുന്നത് കൊണ്ടാണ്. ദുഃഖത്തെ നമ്മൾ എതിർക്കുമ്പോൾ അതിനെ നമ്മൾ പിടിച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ദുഃഖം വരുമ്പോൾ അതിനോട് ചേർന്നിരിക്കാനാണ് നമ്മൾ പഠിച്ചിട്ടുള്ളതെങ്കിൽ നമുക്കൊരു സത്യം മനസ്സിലാക്കാൻ സാധിക്കും. ദുഃഖം നല്ല നമ്മളെ വേദനിപ്പിക്കുന്നത്. ദുഃഖത്തെക്കുറിച്ചുള്ള ചിന്തയാണ് നമ്മളെ വേദനിപ്പിക്കുന്നത്. നമ്മുടെ ഉള്ളിലുള്ള ചിന്തകളെ നമ്മൾ ശാന്തമാക്കാനുള്ള സാഹചര്യങ്ങൾ കൊടുക്കുമ്പോഴാണ് ദുഃഖം അത്ര കണ്ട് നമുക്ക് തരില്ല. ശരിക്കും ദുഃഖത്തെ നമ്മൾ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ദുഃഖം നമുക്ക് വലിയൊരു പാഠം നൽകുന്നുണ്ട്. നല്ലൊരു അധ്യാപകനാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഉള്ളിൽ സന്തോഷത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും വിത്തുകൾ ഉണ്ട്. നമ്മൾ സന്തോഷത്തിൻ്റെ വിത്തുകൾ വളർത്തിക്കഴിഞ്ഞാൽ കരുണ, സ്നേഹം, ദയ, അനുകമ്പ, കനിവ്, അലിവ്, സൗമ്യത, ക്ഷമ, ഇതെല്ലാം നമ്മൾ വളർത്തിക്കഴിഞ്ഞാൽ, അതിൻ്റെ തണലിൽ നമ്മൾ വിശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ഉള്ളിൽ നിറയുന്നത് ആനന്ദമാണ്. അത് വാക്കുകൾക്ക് അതീതമാണ്. അതേപോലെ ദുഃഖത്തിന് കാരണമായിട്ടുള്ള വിത്തുകളും ഉണ്ട്. കോപം, വിദ്വേഷം, വെറുപ്പ്, അസൂയ, ഇതിനെ വളർത്താനായിട്ട് നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതൊരു പാഴ്ചെടി പോലെ വളരും. പക്ഷേ സന്തോഷം അനുഭവിക്കണമെങ്കിൽ ആ രീതിയിലുള്ള വിത്തുകൾ നമ്മൾ വളർത്തി വലുതാക്കി കൊണ്ടുവരണം. അപ്പോൾ അത് നമുക്ക് തണലായിട്ട് മാറും. ഒപ്പമുള്ള സർവ്വ ജീവജാലങ്ങൾക്കും അത് തണലായിട്ട് മാറും. അപ്പോൾ സന്തോഷത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമ്മൾ സന്തോഷമായിട്ട് മാറും. ദുഃഖത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമ്മൾ ദുഃഖമായിട്ട് മാറും. ഇതേതായിട്ട് മാറാനും ഉള്ള സ്വാതന്ത്ര്യം നമുക്ക് ഉണ്ട്. നമ്മളാണ് നമ്മുടെ ജീവിതത്തെ വേദനിപ്പിക്കുന്നത്, സന്തോഷിപ്പിക്കുന്നത്. ഇത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ വേദനയ്ക്ക് നമുക്ക് ചുറ്റുമുള്ള സാഹചര്യത്തെയോ നമുക്ക് ചുറ്റുമുള്ള ആളുകളെയോ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല. ഇനി അഥവാ നമ്മൾ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ നമ്മുടെ വേദനയെ പിടിച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ യഥാർത്ഥ പ്രകൃതത്തിലേക്ക് മടങ്ങണം.
നമ്മുടെ യഥാർത്ഥ പ്രകൃതം എന്ന് പറയുന്നത് സ്നേഹമാണ്, ശാന്തിയാണ്. അതിൽ വിശ്രമിക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ നമുക്കായിട്ട് ഒരുക്കി കൊടുക്കണം. പക്ഷെ കൂടുതൽ സമയം നമ്മൾ അതിനു വേണ്ടിയിട്ടല്ല ചിലവഴിക്കുന്നത്. ആവശ്യമില്ലാത്ത ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ മുഴുവൻ സമയവും കൂടുതൽ ചിലവഴിക്കുന്നത്. നമ്മുടെ കയ്യിലൊരു മൊബൈൽ ഉണ്ടെങ്കിൽ നമ്മുടെ മുഴുവൻ ശ്രദ്ധയും ആ മൊബൈലിലായിരിക്കും. കൂടുതൽ സമയം നമ്മൾ ചിലവഴിക്കുന്നത് ആ മൊബൈലിലാണ്. ഇനി വീട്ടിൽ ഒരു ടി വി ഉണ്ടെങ്കിൽ കൂടുതൽ സമയം നമ്മൾ ചിലവഴിക്കുന്നത് ആ ടി വിക്ക് വേണ്ടിയിട്ടായിരിക്കും. ഇനി നമ്മൾ വായിക്കുന്ന ഒരാളാണെങ്കിൽ കൂടുതൽ സമയം നമ്മൾ ചിലവഴിക്കുന്നത് വായനയിലായിരിക്കും. അതേപോലെ നമ്മളൊരു സംഗീതം ആസ്വദിക്കുന്ന ഒരാളാണെങ്കിൽ കൂടുതൽ സമയം നമ്മൾ ചിലവഴിക്കുന്നത് സംഗീതം ആസ്വദിക്കുന്നതിലായിരിക്കും. ഇവിടെ നമ്മൾ കൂടുതൽ സമയം നമ്മൾ ചിലവഴിക്കേണ്ടത് നമ്മുടെ യഥാർത്ഥ പ്രകൃതത്തിൽ വിശ്രമിക്കാനാണ്. നമ്മുടെ ഉള്ളിലുള്ള ശാന്തി, സ്നേഹം അതിനെ ഉണർത്തി അനുഭവിക്കാനാണ്. അങ്ങനെ ആകുമ്പോൾ ഓരോ ശ്വാസത്തിലും ഓരോ നിമിഷത്തിലും ഈ സമാധാനം നമ്മളിൽ നിന്ന് വിട്ടുപോവില്ല. അത് നമുക്കൊപ്പം ചേർന്ന് നിൽക്കും. നമ്മൾ ധ്യാനത്തിന് പ്രാധാന്യം കൊടുത്ത് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ വിശ്രമിക്കുന്നത് യഥാർത്ഥ പ്രകൃതത്തിലാണ്. നമ്മൾ ശാന്തതയിലാണ്, സ്നേഹത്തിലാണ്. നമ്മൾ ധ്യാനമെന്ന് പറയുന്നത് ശരിക്കും അവബോധത്തോടെ ജീവിക്കലാണ്. എനിക്ക് ചുറ്റുമുള്ള ശബ്ദങ്ങളെ ഞാൻ ശ്രദ്ധിക്കുന്നു. എൻ്റെ ശരീരത്തിൽ എന്താണ് നടക്കുന്നതെന്ന് ഞാൻ ശ്രദ്ധിക്കുന്നു. കടന്നു പോകുന്ന എൻ്റെ ചിന്തകളെ ശ്രദ്ധിക്കുന്നു, വികാരങ്ങളെ ശ്രദ്ധിക്കുന്നു. പൂർണ്ണമായിട്ടും നമ്മൾ ഈ നിമിഷത്തിൽ വർത്തമാനകാലത്തിൽ ജീവിക്കുന്നു. അവിടെ നമ്മൾ കഴിഞ്ഞ കാലവും ഭാവി കാലവും വന്നിട്ട് ശല്യപ്പെടുത്തുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് ഒഴിഞ്ഞ മനസ്സാണ്. സ്വസ്ഥരും ശാന്തരുമാകാൻ നമുക്കവിടെ കഴിയും. കാരണം ഇത് ധ്യാനം നമ്മൾ പരിശീലിക്കണം. കാരണം നമുക്ക് ചില അവസ്ഥകളുണ്ട്. രോഗമുണ്ട്, വാർദ്ധക്യമുണ്ട്, മരണമുണ്ട്. ഏതൊരാളും ഏത് ജീവിയും ഈ അവസ്ഥയിലൂടെ കടന്നു പോകണം. ആ അവസ്ഥയെ തരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ധ്യാനം എന്ന് പറയുന്നത്. ധ്യാനത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ ആഴ്ന്ന് ഇറങ്ങുമ്പോഴാണ്, മനസ്സ് അത്ര കണ്ട് ഒഴിഞ്ഞിരിക്കുമ്പോഴാണ് അവിടെ വാർദ്ധക്യത്തെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കും. ശരീരത്തിൽ വരുന്ന രോഗത്തെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കും. മരണത്തെയും നമുക്ക് അതിജീവിക്കാൻ സാധിക്കും. കാരണം ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. കുറഞ്ഞ വർഷങ്ങളാണ് നമ്മളിവിടെ ജീവിക്കാൻ വന്നത്. ഇത് മനസ്സിലാക്കിയിട്ട് കാരുണ്യത്തെയും സ്നേഹത്തെയും ഉണർത്തിയിട്ട് ജീവിക്കുകയാണ് വേണ്ടത്. അങ്ങനെ നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് ജീവിതം നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ എന്താണെന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. അത്രമാത്രം നമ്മൾ ജീവിതം സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ ശരിയായ ഒരു ജ്ഞാനം നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തത് കൊണ്ട്, അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാത്തത് കൊണ്ട് ജീവിതം ദുഃഖമാണെന്നും ഭാരമാണെന്നും നമ്മൾ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. ഈ മനസ്സിലാക്കൽ നമുക്ക് ഉണ്ടാകുന്നത് നമ്മുടെ ഉള്ളിലുള്ള നിഷേധാത്മകമായ ചിന്തകളിൽ നിന്നാണ്. ഈ ചിന്തകളാണ് എന്നെ വേദനിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ചിന്തകളെ ശാന്തമാക്കാനുള്ള സാഹചര്യങ്ങളാണ് നമ്മൾ ഒരുക്കി കൊടുക്കേണ്ടത്. പക്ഷെ നമ്മൾ അതല്ല ചെയ്യുന്നത്. നിഷേധാത്മകമായിട്ടുള്ള ചിന്തകളും വികാരങ്ങളും വരുമ്പോഴാണ് നമുക്കൊപ്പമുള്ള ആളുകളെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നമുക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങളെ നമ്മൾ കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത്.
പക്ഷെ നമ്മുടെ ദുഃഖത്തിന് യഥാർത്ഥ കാരണം നമ്മുടെ മനസ്സാണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ദുഃഖത്തെ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല. ദുഃഖത്തെ സ്വീകരിക്കാനുള്ള ആ ഒരു കഴിവ്, ആ ഒരു ശക്തിയാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. അങ്ങനെയാകുമ്പോൾ ഓരോ ശ്വാസത്തിലും, ഓരോ നിമിഷത്തിലും, ഓരോ ചുവടിലും നമുക്ക് സമാധാനപ്പെട്ട് ജീവിക്കാൻ സാധിക്കും.